മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവമാണ് അവിയൽ. അവിയൽ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലേ? അവിയൽ ഉണ്ടാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളം ഒഴിക്കാതെ വേണം പച്ചക്കറികൾ വേവിച്ചെടുക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. നീളത്തിൽ ഒരേ കനത്തിൽ വേണം കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് പച്ചക്കറികളാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ചേന, ഏത്തക്കായ, മുരിങ്ങക്കായ, ക്യാരറ്റ്, കോവക്ക, ബീൻസ്, വെള്ളരി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നീളത്തിൽ ഒരേ കനത്തിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പരട്ടിയിട്ട് മുറിക്കുകയാണെങ്കിൽ അധികം ചൊറി ഉണ്ടാവില്ല കേട്ടോ. അതേമാതിരി പച്ചക്കായ മുറിക്കുമ്പോൾ മുറിച്ചിട്ട ശേഷം അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ കളറ് മാറുകയില്ല. ഇപ്പോൾ എല്ലാ പച്ചക്കറികളും ഇതേമാതിരി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യം വേവുള്ള പച്ചക്കറികൾ ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ചേനയാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവ് കുറഞ്ഞ പച്ചക്കറികൾ അവസാനം ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില കയ്യിലൊന്ന് നിരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ഈ ടൈമിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ലേ. നന്നായിട്ട് ഇതേമാതിരി നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മൂടി വെക്കുക കേട്ടോ. ആവി തീരെ പോകാതെ വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം വേവിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും അതിൽ ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും. ഇതിന് ശേഷം ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു വാഴയില വെച്ചിട്ട് ഇത് മൂടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടുപ്പ് അതിൻ്റെ മുകളിൽ ഇട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അഥവാ വെള്ളം ഇല്ലെങ്കിൽ കുറേശ്ശെ ചൂടുവെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണേ. ഞാനിവിടെ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള വെള്ളമുളകാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതില്ലാത്തവർ സാധാരണ മുളക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് തരുതരപ്പായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പുണ്ടല്ലോ, ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വളരെ സാവകാശം വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. കഷ്ണങ്ങളൊന്നും ഒരിക്കലും പൊട്ടിപ്പോകാതെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടപ്പ് വെച്ച് മൂടി വെച്ച് 1 മിനിറ്റ് മാത്രം മൂടി വെക്കാം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം 1 മിനിറ്റ് മൂടി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് കഷ്ണങ്ങൾ ഒരിക്കലും വേവിക്കരുതേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കറിവേപ്പില ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ അവിയൽ റെഡി ആയിട്ടുണ്ട്.
ഈ സദ്യ അവിയലിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. 3 പച്ചയാണ് പ്രത്യേകത. എന്താണെന്നറിയാമോ? പച്ചമുളക്, പച്ച കറിവേപ്പില, പച്ച തേങ്ങ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.